പോലീസിനെ കുറിച്ചുള്ള പരാതികളുടെ പ്രവാഹമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കഥകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കഥകൾ മാത്രമല്ല, തെളിവുകളടക്കം ആൾക്കാർ വീഡിയോ അടക്കം പുറത്തു വിടുകയാണ്. പോലീസ് മർദ്ദിച്ചതിൻ്റെ, പോലീസ് സ്റ്റേഷനിലിട്ട് ഇടിച്ചതിൻ്റെ, ഇടിച്ച് ചെവി പൊട്ടിയവർ, കണ്ണ് പൊട്ടിയവർ, കാലുപോയവർ, ജീവൻ നഷ്ടപ്പെട്ടവർ. അതിക്രൂരമായ പോലീസ് താണ്ഡവം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിയന്ത്രിക്കാനാണില്ല. കെട്ടഴിഞ്ഞ് പോയ പേപ്പട്ടിയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പോയി എന്ന് പറയേണ്ടി വരും. ആ നിലയ്ക്കാണ് പോലീസിൻ്റെ കാര്യങ്ങൾ. അത് ഈ ഓരോ കാലഘട്ടത്തിലെ മാറ്റങ്ങളെന്ന് പറയുന്നത് എല്ലാ ഭരണകൂടത്തിൻ്റെയും ഒരു മർദ്ദന ഉപാധിയാണ് പോലീസ് എന്ന് പറയുന്നത്. അത് ഒരു സമയത്തും അതിനകത്ത് മാറ്റം ഉണ്ടാകാറില്ല. അത് മാറ്റം ഉണ്ടാകണമെങ്കിൽ അത്രമാത്രം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഹോം മിനിസ്റ്റർ ഉണ്ടാകണം. അത് ഇന്ന് വരെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഭരണകൂട ഭീകരതയാണ് അതിൻ്റെ ഒരു ഭാഗം. അത് യഥാർത്ഥത്തിൽ ഏത് ഭരണം മാറിയാലും ഈ ഉദ്യോഗസ്ഥ ഭൂപ്രഭുത്വം അത് ഒരു കാലഘട്ടത്തിലും മാറാറില്ല. അത് നമുക്കറിയാപ്പോൾ എപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് സാധാരണക്കാരന് നീതി ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെടുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനാണ്. ഒരു സാധാരണക്കാരൻ്റെ സർക്കാരായിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പോലും നീതി ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെടുന്നത് ഈ പോലീസ് സ്റ്റേഷനിലാണ്. അതല്ലെങ്കിൽ ഈ കളക്ടറേറ്റിൽ ചെന്നാലും ഈ സെക്രട്ടേറിയറ്റിൽ ചെന്നാലും അവൻ ഇപ്പോഴും ഒരു കൈപ്പാടകലെയോ 2 കൈപ്പാടകലെയോ തീണ്ടാപ്പാടകൽ എന്ന് പറയുന്ന പോലെ അവൻ അകലത്തിൽ നിൽക്കുന്നവനാണ്. നീതി എപ്പോഴും സമ്പന്ന വിഭാഗത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഏത് സർക്കാരുകൾ വരുമ്പോഴും കേരളത്തിൽ കാണുന്നത്. അതിൻ്റെ ഒരു ചെറിയ വേറൊരു ഉദാഹരണം കൂടിയാണല്ലോ ഇപ്പോൾ തൊട്ട് നമ്മൾ നേപ്പാളിൽ നടക്കുന്ന കലാപത്തിൻ്റെ കാര്യത്തിൽ പോലും നീതി നിഷേധിക്കപ്പെടുകയാണ്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ബംഗാളിലുണ്ടാകുന്നത്, അല്ല ബംഗ്ലാദേശിലുണ്ടായത്, അല്ലെങ്കിൽ ശ്രീലങ്കയിലുണ്ടായത്, നീതി നിഷേധിക്കപ്പെടുകയാണ്. ആ നീതി നിഷേധത്തിനെതിരെയാണ് എല്ലായിടത്തും ഈ സമരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് പോലീസ് എന്ന സംവിധാനത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ആരും അവർക്ക് മുകളിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ധാർഷ്ട്യത്തിൻ്റെ പരമകോടിയിൽ നിൽക്കുന്ന ഒരു വിഭാഗം, അതായത് മാന്യമായി പെരുമാറാൻ പോലും അറിയാത്ത, അതായത് ഒരു സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അടിയായ്മയും കുടിയായ്മയും നിന്നുപോയി എന്ന് പൂർണ്ണമായി അവകാശപ്പെടുന്ന കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഒരു വാക്കൈ പൊത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് കേരളത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ അന്തരീക്ഷം. അത് മാറണം. അത് മാറണമെങ്കിൽ കർശനമായ നിലപാടുകൾ എടുക്കാനല്ലാതെ പഴയ ഇപ്പോൾ ഓരോ ഭരണ കാലഘട്ടത്തിലും പറയുമ്പോൾ കോൺഗ്രസ് 5 കൊല്ലം ഭരിച്ചതിന് ശേഷം CPM ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പിന്തുടർച്ചക്കാരിവിടെ ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് വീണ്ടും CPMന് ശേഷം കോൺഗ്രസ് ഭരിക്കുമ്പോഴും പറയുന്നത് CPMന് പിന്തുടർച്ചക്കാരിവിടെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരുകയല്ലാതെ ഇവരെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പരാതികളുടെ പ്രവാഹങ്ങൾ. കാരണം ആ പ്രവാഹം വരാൻ തന്നെ കാരണം ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക എന്ന് പറയുന്ന ഒരു സംഗതി. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും തുടങ്ങി അത് പറയാം. അല്ലെങ്കിൽ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഒരാൾ ധൈര്യം കാണിച്ചപ്പോൾ എല്ലാ പ്രജകളും പറയാൻ തുടങ്ങി രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അനുഭവം ഇത് തന്നെയാണ്. അതേ അനുഭവത്തിൻ്റെ ഒരു ദൃക്സാക്ഷിയായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവം പേറി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഖാദിക്കുടം നിറ്റാജലാറ്റൻ സമരസമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് 2013 ഒരു മൃഗീയമായ ലാത്തിച്ചാർജ് ഖാദിക്കുടത്ത് നടന്നു. പ്രദേശവാസികളായിട്ടുള്ള 100-ലേറെ വരുന്ന സമരസമിതി പ്രവർത്തകർ ഓടാതെ നിന്നുകൊണ്ട് പരിപൂർണമായി മർദ്ദനം ഏറ്റതാണ്. തലേ ദിവസം രാത്രി കളക്ടറുമായി, തൃശ്ശൂർ ജില്ലാ കളക്ടറുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെ എന്നോട് പറഞ്ഞത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ലാത്തിച്ചാർജ് ഉണ്ടാകില്ല, നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കരുത്. ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കില്ല എന്ന് വാക്ക് കൊടുക്കുകയും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടാവുകയും ചെയ്തില്ല. പക്ഷേ കമ്പനിയുമായി ഉണ്ടായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ലാത്തിച്ചാർജ് നടക്കുന്നു. എൻ്റെ ശരീരത്തിൽ തന്നെ
40-ലേറെ ലാത്തി അടി എൻ്റെ ശരീരത്തിൽ കൊള്ളുകയും എൻ്റെ തലയിൽ 28 മുകളിലുള്ള സ്റ്റിച്ച്, തല അടിച്ചു പൊളിച്ചിട്ട് 28 സ്റ്റിച്ചിന് മുകളിലിടുകയും അതുപോലെ തന്നെ ചവിട്ടി എന്നെ ഒരു റോഡിൻ്റെ മൂലക്കിടുന്ന സ്ഥിതിയിലേക്ക് പോകുക. അതേപോലെ ഞങ്ങളുടെ 100-ലേറെ പ്രവർത്തകർക്ക് എന്നേക്കാൾ ക്രൂരമായി മർദ്ദനമായിട്ട് സംഗതിയാണ്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളറിയുന്നത് ഞങ്ങൾ 45 പേര് പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. അതായത് ഞങ്ങൾ മൃഗീയമായി മർദ്ദനം ഏൽക്കുകയും ആശുപത്രി കിടക്കുകയും ചെയ്ത ഞങ്ങൾ പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് നടക്കുന്നു. 2018 വന്ന കേസ് ഇപ്പോൾ 7 വർഷമായി. 45 പ്രതികളായിട്ടുള്ള ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് വരെ ചാലക്കുടി കോടതിയിൽ കയറി ഇറങ്ങി നടക്കുക. 45 പേരിൽ 40 പേരും ദൈനംദിനം കൂലി വേലയ്ക്ക് പോയി നടക്കുന്ന ആളുകളാണ്. ഇതിൽ കൂടുതൽ ക്രൂരത എന്തെന്ന, അതായത് ഒരു രാജ്യത്തെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പുഴയിൽ മലിനീകരണം നടത്തുന്നതിനെതിരെ ജീവിക്കാൻ വേണ്ടി സമരം നടത്തിയ ആളുകളോട് ചെയ്ത, പൊതുസമൂഹത്തോട് ചെയ്ത സ്ഥിതി ഇതാണെങ്കിൽ വ്യക്തികൾക്ക് നേരെ പോലീസ് ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പോൾ പോലീസിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെയും പ്രത്യേകിച്ച് അതത് പ്രദേശത്തെ മുതലാളിമാരുടെ താല്പര്യങ്ങൾ, സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മെനഞ്ഞെടുക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട്, അത് ബ്രിട്ടീഷ് ഭരണകാലം തൊട്ടായാലും ഏത് കാലഘട്ടത്തിലായാലും നടന്നിട്ടുള്ള ഒരു സംവിധാനം. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത മുൻ സർക്കാരുകളുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ മർദ്ദനമേറ്റത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്, തർക്കമില്ല. പക്ഷേ അന്നും ഇന്നും ഞാൻ പറയുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു പരാതി ഉയർന്നു വരാൻ പാടില്ല. കാരണം അത് കൃത്യമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഈ രീതിയിലേക്ക് വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഭയന്നിട്ട് പലരും കാര്യങ്ങൾ വിളിച്ചു പറയുന്നില്ല. ഒരു സ്ത്രീയെ മാല മോഷ്ടിച്ചതിൻ്റെ പേരിൽ കുറ്റവാളിയാക്കി. ഇപ്പോൾ എന്താ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അവർ മോഷ്ടിച്ചിട്ടില്ല. അതല്ല, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും റോഡിലൂടെ പോകുന്നു. ട്രാഫിക് ഒഫൻസിന് പിടിച്ചാൽ പോലും ഈ ഓരോരുത്തരുടെ വായിൽ നിന്ന് വരുന്നത് എടാ പോട അല്ലെങ്കിൽ തെറിയാണ്. അതായത് സാമാന്യ രീതിയിൽ ഒന്ന് സംസാരിക്കാൻ പറയാനുള്ള അവകാശം പോലുമില്ല. ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട്, ആ നിഷേധിക്കുന്നതിൻ്റെ ഒപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരന് എന്ത് കൊടുക്കുന്നതാണ് ഈ ചോദിക്കണേ. അല്ലെങ്കിൽ പൈസ മാത്രമാണ് ഇവരുടെ നീതി നടപ്പാക്കുന്നതിൽ മെയിൻ സ്ട്രീമിൽ പോകുന്നത്. അത് നിർത്തപ്പെടണം. അത് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.